ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് ചോറ് കൊണ്ടൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ചോറ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാതും ഒഴിച്ച് കൊടുത്ത് ഇനിയൊരു അരക്കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം എള്ളാണ്, കറുത്ത എള്ള്. അപ്പോൾ അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകമാണ്, അതും 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കായത്തിൻ്റെ പൊടിയാണ്, അതും ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കയ്യുമ്മലാക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായി കുഴച്ച് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചതിലേക്കൊന്ന് ഉരുളയുടെ മേലൊന്നാക്കിയിട്ട് നൂൽപുട്ടിൻ്റെ അച്ചിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നുറുക്കിൻ്റെ ചില്ലാണ് അതിലിട്ട് കൊടുത്ത് മാവ് അതിലേക്ക് നിറച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ പരട്ടിയിട്ടാണ് അതൊന്ന് തിരിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പീച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇതുപോലെ ആക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നീളത്തിൽ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ കത്തറ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടും എടുക്കാം. എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെയിലത്ത് വെക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വേറൊരു അലുമിനിയത്തിൻ്റെ ഒരു മൂടിയിലും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചവരെയുള്ള വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടം കൊണ്ടാണ് അടർത്തിയെടുക്കുന്നത്. മറ്റേ പ്ലേറ്റിലുള്ളത് കൈ കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതിൻ്റെ അലുമിനിയത്തിൻ്റെ മൂടിയിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാതും അങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലും ഇതൊക്കെ കിട്ടും. ഒരു ദിവസത്തെ 3/4 ഭാഗം വെയിലൊക്കെ കൊണ്ട് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പൊരിച്ചെടുക്കുന്നതും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ വെയിൽ കൊള്ളിക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.